എന്താണ് അവിടെ? എന്നെ വിടൂ, എന്നെ വിടൂ. ശബ്ദിക്കണം. ജിഗറെന്ന് പറഞ്ഞ പേടിക്കണ്ട, ഞാൻ ഒരു ഉപദ്രവകാരിയൊന്നും അല്ല. ഞാൻ പോയിക്കോട്ടെ. എങ്ങോട്ട്? എണ്ണേ, ഇതങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. മനുഷ്യരൊക്കെ ഇങ്ങനെ. നീ അടുത്ത് വന്നേ, വാന്ന്. നീ കരഞ്ഞിട്ടൊന്നും എന്റെ മനസ്സ് മാറുമെന്ന് നോക്കണ്ട. ഇക്കാര്യത്തില് എനിക്കൊരു ചെറിയ വാശിയോടുണ്ട്. അന്ന് ജോലിക്കെന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്നെ പുല്ലുപോലെ തഴഞ്ഞിട്ട് പോയതല്ലേ? അന്നേ ഞാൻ വിചാരിച്ച എവിടെങ്കിലും ഇട്ട് പിടിക്കാമെന്ന്. മതി കേട്ടോ, എന്റെ വിധം മാറും. വാടിയോടെ ഇവിടെ വരാൻ. അയാൾ മരിച്ചോ? മരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ചോര നല്ലതുപോലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയല്ലേ ഈ സംഭവം നടന്നത്? അല്ല, മിനിഞ്ഞാന്ന് രാത്രിയാണ്. അത് ശരി. പിന്നെ ഇന്നലെ രാത്രി നീ എങ്ങനെ ഇവിടെ ഓടിയെത്തി? ഈ സംഭവം നടക്കുമ്പോൾ
രാത്രി 2 മണിയെങ്കിലും ആയിരിക്കും. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പ്രിയനെ പോലീസ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടത്. മോഹൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. നേരെ പോയത് ഹോസ്റ്റലിലേക്കാ. അവിടെ ഗീത ഉണ്ടാകുമല്ലോ സഹായത്തിനെന്ന് കരുതി. സംഭവം അവർ അറിഞ്ഞിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലായി. ദൂരെ എവിടെയെങ്കിലും പോയി കളയാമെന്ന് വിചാരിച്ചാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ എന്നോർത്തത്. ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളുക്കുന്നതുവരെ പാളത്തിലൂടെ നടന്നു. ഒരു ട്രെയിനും വന്നില്ല. നടന്ന് നടന്ന് ഇതിനടുത്തുള്ള പട്ടണത്തിലെത്തി. പകൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് സമയം കഴിച്ചു. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ഇറങ്ങി നടന്നു, ലക്ഷ്യമില്ലാതെ. നീ എവിടെ പോന്നടി? ഇവിടെ അടുത്ത് വീട്ടിലോട്ട്. വിട്ടോ. പോലീസ് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്നതാണോ എന്നെനിക്ക് തോന്നി. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കുറ്റവാളിയായ ഒരു പെണ്ണിനാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോ പോയേക്കാം. എല്ലാം പറഞ്ഞു തീർന്നപ്പോ മനസ്സിന്റെ ഭാരം ഒന്ന് അടങ്ങി. ഇപ്പോ എന്ത് നേരിടാൻ ഒരു ധൈര്യം തോന്നുന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയേക്കാം. വരട്ടെ, അയാൾ ചത്തോ ഇല്ലയോ എന്നറിയട്ടെ. വേണ്ട സർ, ഞാനിനി സാറിന് ഭാരമാകുന്നില്ല. വനിതേ, നിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കഥാപാത്രങ്ങളോട് തോന്നുന്ന പോലെ ഒരു അടുപ്പം നിന്നോട് തോന്നുന്നു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. നിന്റെ കഥ തീരുന്നില്ലല്ലോ. ഈ കഥയിൽ എനിക്കൊരു കഥാപാത്രമായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. നിന്നെ രക്ഷിക്കാമെന്ന് ഞാനും നോക്കട്ടെ. നീ വേണ്ടെന്ന് പറയരുത്. നാളെ ഞാൻ ആ ഹോട്ടൽ വരെ ഒന്ന് പോവാം. പാലുടൻ ചത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. പ്രിയനെ അന്വേഷിക്കാം. കണ്ടാ വിവരം പറയാം. സാർ, തമ്പി സാർ, തമ്പി സാർ. സാറേ, തമ്പി സാറേ. സാറേ, ചേടാ, ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? എഴുതാനെന്നും പറഞ്ഞോണ്ട് ഇരുത്തിയിട്ട്. അയാൾക്ക് ഇഷ്ടമുള്ള പോരട്ടെ. ഞാനും അങ്ങനെയൊക്കെ ഇത്തിരി വെള്ളത്തിൽ വീണ് കിടക്കുക. ഞാനിവിടെ ഒരാഴ്ചയായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാനേതായാലും കൂടുന്നില്ല. എൻ്റെ കയ്യിൽ ഇവിടെ എടുക്കാനുള്ള പൈസ ഒന്നും എൻ്റെ കയ്യിലില്ല. വേണം വേണ്ട, എപ്പോഴെങ്കിലും ഇവിടെ ഇറങ്ങുമല്ലോ. ഞാൻ നോക്കിക്കോ. ഒരു റൂം വേണം. റൂം ഒഴിവില്ല. സിംഗിൾ റൂം ആയാലും മതി. സിംഗിളും ഡബിളും ഒന്നുമില്ല. നിങ്ങളുടെ മാനേജർ ഇവിടെ ഇല്ലേ, മിസ്റ്റർ തങ്കപ്പൻ? തങ്കപ്പൻ സാറിന് പരിചയമുണ്ടോ? ആ, പിന്നെ
കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഹലോ, തങ്കപ്പ സാറല്ലേ? സാറിന് പരിചയമുള്ള ഒരാൾ വന്നിരിക്കുന്നു. റൂം വേണോന്ന്. ആ, എന്ത് പണി ആശാന ഇത്? നമുക്കിവിടെ റൂമില്ലെന്ന്. ആശാനെ പോലുള്ള വിശ്വസിച്ചിട്ടല്ലേ നമ്മളിവിടെ വരുന്നത്. റൂം കൊടുക്ക. എന്താ സാർ വേണ്ടത്? മെനു കാർഡില്ലേ? ആ, ഇപ്പൊ ഇവിടെ പാട്ടും ഡാൻസ് ഒന്നുമില്ലേ? അതൊക്കെ രാത്രിയില്. സാർ ഓർഡർ. ആ, എനിക്ക് ഒരു സാൻഡ്വിച്ചും. എപ്പോഴാ പാട്ട് തുടങ്ങുന്നേ? 2-3 ദിവസമായിട്ട് പാട്ടുകാരില്ല. അവരെല്ലാം ലീവില്ല. പിന്നെ ക്യാബറ മാത്രമേ ഉള്ളൂ. അത് രാത്രി 8 മണിക്ക് തുടങ്ങും. ഇവിടെ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, വനിതയെന്നോ മറ്റാണ് പേര്. ആ കുട്ടി ഇപ്പൊ ഇവിടെ ഇല്ലേ? എനിക്കറിയില്ല സാർ. സാറിന് കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്കൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഒരു ചായയും. ശരി. റൂമിൽ ആളില്ല സാർ. ഇല്ലേ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസിച്ചിരുന്നു. ഇല്ല, അവിടെ ആരും ഇല്ല. ആ റൂം റിപ്പയർ അല്ല. ഓ, റിപ്പയർ ആണല്ലേ? എനിക്ക് റൂം നമ്പർ തെറ്റിപ്പോയായിരിക്കും. എന്ത് ചെയ്യാനാ? ആ ശരി, എന്തായാലും ഇന്ന് പറ്റില്ല. വിവരമൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതെ, മനസ്സിലായി. നിങ്ങൾ എന്താ ഒരുമാതിരി കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുന്നത്? ആ, നാളെ ആവട്ടെ. നാളെ വിളിക്കട്ടെ. സെക്രട്ടറി അല്ലേ? കാർത്തികേയൻ. അതെ, നിങ്ങളാരാ? ഞാൻ കോഴിക്കോട് നിന്ന് വരിക. നമ്മളെ മൂസാക്ക. ഓ, SK ടിമ്പേഴ്സ്. അതെ, ഇരിക്കൂ. മൂസ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങളെ അയക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് പെട്ടെന്ന് ആ കൂപ്പിലൊരു പ്രശ്നം ഉണ്ടായതേ. പാലോണ സാറിനോട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞത്. പാലോടെ സാറ് ഇല്ലല്ലോ. ഇല്ലേ? കഷ്ടായല്ലോ. ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ വിളിച്ചു പറയാം പാലോടെ സാറിനെ. അല്ല, ഒന്ന് നേരിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നേ. ഒരു പൊതി തന്നയച്ചു. ക്യാഷാണോ? ആണെന്നാ തോന്നണേ. കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, റൂമിലാ. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ഞാനോ? ഹോട്ടൽ ബ്ലൂ മൂൺ. ബ്ലൂ മൂണിലോ? ആ, ഒരു 2 ദിവസം അവിടെ തന്നെ താമസിക്കുക. പാലോടെ സാറ് നാളെയോ മറ്റന്നാളോ തിരിച്ചു വരും. വരുവോ? വരും. പ്രിയദർശൻ എന്നൊരാൾ ഇവിടെ താമസിക്കുന്നില്ലേ? പാട്ടൊക്കെ പാടുന്ന ഒരാള്. അയാൾ ഇന്നലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി. എങ്ങോട്ട്? അതറിയില്ല. അയാളൊന്നും പറഞ്ഞില്ല. സ്ഥലം വിട്ടു പോകാണെന്ന് പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല.